ജയശങ്കർ, ഇപ്പോ ഈ തുടരെ തുടരെ ഇങ്ങനെ ഓഡിയോ സന്ദേശങ്ങളും മറ്റ് ചാറ്റ് തെളിവുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ രാജിവെക്കുന്നു എന്ന് പറയാനല്ലാതെ മറ്റെന്ത് പറയാൻ ആണ് എന്നൊരു ചോദ്യം കൂടിയില്ലേ ഇവിടെ? തീർച്ചയായിട്ടും അനുജ, രാഹുൽ മങ്കൂട്ടത്തിൽ എന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പൗരനാണ്. അദ്ദേഹം ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് കേൾക്കുന്നതിന് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അത്തരത്തിൽ സംസാരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. രാജിക്കപ്പുറത്തേക്ക് പല വിഷയങ്ങളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മറുപടി പറയേണ്ട വ്യക്തിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ. കാരണം ഇത്തരത്തിൽ ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് നമ്മൾ അന്ന് ഒരു വാർത്താസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ അന്ന് പുറത്തു വന്ന ഈ സമാനമായ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇത്തരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കാമല്ലോ എന്നാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഒരു ശബ്ദ സന്ദേശം അന്ന് വന്നതിൻ്റെ ബാക്കി വരുമ്പോൾ സമാനമായ മറുപടിയാണോ രാഹുലിന് പറയാനുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒരു MLA എന്ന നിലയിൽ ഇനി 100 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രാഹുൽ മങ്കൂട്ടത്തിൽ നൽകേണ്ടതുണ്ട്. ധാർമ്മികതയുണ്ട്. കേവലം ഒരു MLA പദവി രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന MLA മറുപടി പറയേണ്ടതുണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ. കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളോട് ഓഡിറ്റബിളായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം മറുപടികൾക്ക് വേണ്ടി തന്നെയാണ് രാഹുൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വെച്ചതെന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷത്തിൽ ഈ വാർത്താ സമ്മേളനം റദ്ദാക്കപ്പെടുന്നു. അതിനുള്ള കാരണം സംബന്ധിച്ച് നിലവിൽ വ്യക്തതയില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണ് തൽക്കാലമൊന്നും പറയണ്ട എന്ന നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് രാഹുൽ പിന്മാറിയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും രാഹുൽ മങ്കൂട്ടത്തിൽ MLA കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളും അതാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രമല്ല ഇവിടെ പ്രതിരോധത്തിലാകുന്നത് ജയശങ്കർ, പാർട്ടി കൂടി പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാജിയിലേക്ക് പോകൂ എന്ന നിർദ്ദേശം നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനം അത് ഏത് തരത്തിലാകും? ഔദ്യോഗികമായി രാജിവെച്ചതിന് ശേഷം പിന്നീട് പ്രഖ്യാപനം നടത്തുന്നു എന്ന തരത്തിലേക്കാകുമോ? ഇനി പിടിച്ചു നിൽക്കൂ എന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറയുമെന്ന് കരുതുക വയ്യ. അതായത് അനുജ, ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം രാഹുൽ മങ്കൂട്ടത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത്രമാത്രം ഈ ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പുറത്തു വന്നത്. അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഡു ഓർ ഡൈ എന്ന് തന്നെ വേണം പറയാൻ. കാരണം 2 ടേമായി 10 വർഷമായി ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയാണ്. ആ പാർട്ടി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അഗ്നിശുദ്ധി വരുത്തി തന്നെ വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ജനങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഈ പാർട്ടിയെ സംബന്ധിച്ചുണ്ടാവുന്നത് പൂർണ്ണമായും ഭരണത്തിൽ കയറുന്നതിന് വേണ്ടി തന്നെയാകണം മത്സരിക്കേണ്ടത് എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹം നയിക്കുന്ന ടീമിനുമുണ്ട്. ആ ഒരു നയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ, ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ ആക്ഷേപങ്ങൾ തങ്ങളുടെ ഒപ്പമുള്ള ഒരു ജനപ്രതിനിധിക്കെതിരെ, ഒരു സിറ്റിംഗ് MLAക്കെതിരെ വരുമ്പോൾ അതിനെങ്ങനെ പാർട്ടി നേരിട്ടു, അതിനെങ്ങനെ പരിഹരിച്ചു എന്നൊരു ചോദ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും വരും. അത്തരം ചോദ്യങ്ങൾക്ക് ധാർമ്മികതയുടെ പുറത്ത് മറുപടി പറയേണ്ട പ്രധാന വ്യക്തി പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു രാജിയിലേക്ക് പോകണം എന്നൊരു നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ധാർമ്മികതയുടെ പുറത്ത് ധാർമ്മികത എന്നൊരു വാൾ കോൺഗ്രസിന് മുകളിൽ നിൽക്കുന്നു. രാഹുൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പ്രവർത്തകരാകെ പ്രതിരോധത്തിലാണ്. കാരണം ഈ മുകേഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തെ ആദ്യഘട്ടത്തിൽ ന്യായീകരിച്ചത്. പക്ഷേ ആ വിഷയത്തേക്കാൾ ഗൗരവകരമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. കാരണം മുകേഷിനെതിരെ ഒരാക്ഷേപമോ ഒരു ആരോപണമോ വന്നുവെങ്കിൽ ഇവിടെ തുടർച്ചയായി തുടരെ ആരോപണങ്ങൾ വരികയാണ്. ഈ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ വരുന്നു, അതിൻ്റെ ശബ്ദ സന്ദേശങ്ങൾ വരുന്നു. അപ്പോൾ പോലും ഇക്കാര്യത്തിൽ ഇതിൽ ആരോപണ വിധേയനായ വ്യക്തി പോലും ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി തരാത്തൊരു സാഹചര്യമുണ്ട്. പാർട്ടിയാകെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഈ പാലക്കാട് MLA 2 ദിവസത്തിലധികമായി ഈ പത്തനംതിട്ടയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നിയമപരമായി എന്തെങ്കിലും പരാതി ഉണ്ടോ, അങ്ങനെ കോടതിയിലേക്ക് ആരെങ്കിലും പോയാൽ അത് അങ്ങനെ നേരിടും, നിയമപരമായി നേരിടും, അത്തരം സംവിധാനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, ഇതൊക്കെ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതാണല്ലോ, അത്തരം സാങ്കേതിക വിദ്യയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ്. പക്ഷേ അതൊന്നും ഇനി നിലനിൽക്കുന്ന വാദങ്ങളല്ല. പിന്നെ അദ്ദേഹം എന്താണ് ഇനി പറയാൻ പോകുന്നതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. തീർച്ചയായും മുതിർന്ന നേതാക്കൾ അവിടെ ഇടപെട്ട് കാണും എന്നുള്ളതിലും തർക്കമില്ല. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കാമെന്ന് നമുക്ക് ഒരുപക്ഷെ അറിയാൻ കഴിയും അല്പസമയത്തിനകം, അല്ലേ? കൃത്യമായി
അനുജ, കേവലം ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും തനിക്കെതിരെ ഇത്തരത്തിൽ ഈ ആക്ഷേപങ്ങളുടെ പുറത്ത് കേസില്ല, എല്ലാം ഒരു പുകമറയാണെന്ന് രാഹുൽ ഇനി പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, പൊതുപ്രവർത്തകനാണ്, ജനങ്ങളുമായി ഇടപഴകുന്ന വ്യക്തിയാണ്. ജനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഓഡിറ്റബിൾ ആണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ ഒരു വിചാരണയ്ക്ക് സ്വമേധയാ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കേണ്ടി വരും. ഒരു അഗ്നിശുദ്ധി വരുത്താൻ അദ്ദേഹം തയ്യാറാകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഏറെക്കുറെ ആയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞു രാജിയോടെ എന്ന് പറഞ്ഞ നേതാക്കൾ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി, ഇതിൻ്റെ തുടർ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് MLA സ്ഥാനം കൂടി രാജിവെക്കണം, CPM-നെ മാതൃകയാക്കി രാജി ഒഴിവാക്കാമെന്ന നിലപാട് സ്വീകരിക്കേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജി വേണമെന്ന് തന്നെ കോൺഗ്രസിലെ ഒരു പവർ ഗ്രൂപ്പ് കൃത്യമായി ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ രാവിലത്തെ പ്രതികരണത്തിലും അത് വ്യക്തമായിരുന്നു. ഇത് ആദ്യപടി മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർ നടപടി ഉണ്ടാകുമെന്നൊരു സൂചന ആ വാചകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഗൗരവതരമായി തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ കാണുന്നത്, പരിഗണിക്കുന്നത്. വിഷയം ഗൗരവത്തിൽ പരിശോധിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾ കൂടി അങ്ങനെ ആവശ്യം ഉന്നയിക്കുകയാണ് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത്.